19 വയസ്സുകാരിയുടെ ദാരുണമായ ഒരു കൊലപാതകത്തെക്കുറിച്ച് വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്നത്. മലയാറ്റൂരിനടുത്താണ് 19കാരി ഒരു പറമ്പിൽ, ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് മനസ്സിലായി ആ പെൺകുട്ടിയുടെ കാമുകൻ തലക്കടിച്ചു കൊന്നതാണ് ആ പെൺകുട്ടിയെന്ന്. വാർത്തകളുടെ വിശദാംശങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാമുകനുമൊത്ത് കറങ്ങി നടക്കുന്ന പെൺകുട്ടികളിൽപ്പെട്ട ഒരാളായിരുന്നു ആ കുട്ടി. നമ്മുടെ സമൂഹത്തിന് എന്താണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിനിടയിൽ വന്നിട്ട് ന്യൂ ജെൻ എന്നെ തെറി പിടിച്ചേക്കാം. തനിക്കെന്താടോ തന്ത വൈബാണെന്ന് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുന്നതിന് വിഷമമൊന്നുമില്ല. ഇത്തരമൊരു പ്രായം കഴിഞ്ഞ് തന്നെയാണ് ഞാനും വന്നത്. എൻ്റെ പ്രായത്തിൽ എനിക്കും പ്രേമം ഉണ്ടായിട്ടുണ്ട്, പ്രേമ ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിരാശ കാമുകനായിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലും എൻ്റെ കാമുകിയോട് അല്ലെങ്കിൽ ഞാൻ പ്രണയിച്ച പെൺകുട്ടിയോട് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അവൾക്ക് എന്നോട് ഇഷ്ടമില്ലാതെ തോന്നുന്ന സമയത്ത് ബൈ പറഞ്ഞു പോവുകയാണ്. ചിലപ്പോൾ 2 ദിവസമൊക്കെ ഞാൻ താടിയൊക്കെ വളർത്തി നടത്തിയിട്ടുണ്ടാവും. അത് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാരും അങ്ങനെ കാമുകിമാരെ കൊന്ന ചരിത്രമുണ്ടായിട്ടില്ല. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് തൻ്റെ കാമുകിക്ക് ബാംഗ്ലൂർ എവിടെയോ മറ്റ് ബന്ധമുണ്ടെന്ന സംശയത്തിൻ്റെ പേരിൽ ഒരു 22കാരൻ ആ പെൺകുട്ടിയെ തലക്കടിച്ച് കൊണ്ട് കൊന്നിരിക്കുകയാണ്. എത്ര സില്ലിയായിട്ടാണ് ആ പെൺകുട്ടി അയാൾ കൊന്നിരിക്കുന്നത്. എന്തിനാലും കൂടായിട്ട് പറയുകയാണ്, എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ മദ്യപിച്ചിരുന്നു, കൃത്യമായിട്ട് നിയമത്തെക്കുറിച്ചൊക്കെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അയാൾ പഠിച്ചിരിക്കുന്നു. മദ്യപിച്ചുകൊണ്ടാണ് ഒരു കൊലപാതകം ചെയ്യുന്നതെങ്കിൽ ആ ഡ്രങ്കൺ എന്നൊരവസ്ഥയുടെ ഒരു ഉപാധി നമുക്ക് കിട്ടുമെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നു. ഈ കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രിയിൽ ഞങ്ങൾ സിനിമകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാണാറുണ്ട് കൊച്ചു കൊച്ചു ചായക്കടകൾ. ഇതിനുള്ളിലൊക്കെ ഇരുന്ന് സിഗരറ്റും മറ്റ് രാസലഹരികളൊക്കെ വലിക്കുന്ന കുറേയേറെ ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ഒരു 16, 17, 18, 19 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. ചിലപ്പോൾ കാമുകൻ്റെ നെഞ്ചത്ത് തലവച്ചിരിക്കുന്ന പെൺകുട്ടികൾ, ചിലപ്പോൾ മറ്റ് ചില അരുതാ കാഴ്ചകൾ ഇരുട്ടത് നടക്കുന്നുണ്ടാവാം. ഈ കാഴ്ചകളെ കാണുമ്പോൾ ഒരു അപ്പൻ കൂടിയായ ഞാൻ എൻ്റെ മകളെ ഒന്ന് നോക്കും. അവൾ എൻ്റെ കൂടെ ഫുൾ ടൈം ഇല്ലേന്ന്. അവൾ പുറത്തേക്ക് പോകുമ്പോൾ, അവൾ കോളേജിൽ പോകുമ്പോൾ ആധിയാണ്. ഓരോ നിമിഷം അവൾ വിളിച്ചുകൊണ്ടേയിരിക്കും, അവൾ എവിടെ പോകുന്നു. കാരണം ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഡ്യൂട്ടികളെക്കാളെ റൈറ്റുകളുള്ള കാലഘട്ടമാണ്. നമുക്ക് മക്കളെ വഴക്കൊന്നും പറയാൻ പറ്റില്ല. സ്വന്തം കാമുകനുമൊത്ത് കറങ്ങാൻ പോയത് ചോദ്യം ചെയ്തതിന് സ്വന്തം അപ്പനെ തന്നെ പീഡനക്കേസിൽ പെടുത്തിയ ഒരു മകളെ എനിക്കറിയാം. ആപ്പൻ്റെ സങ്കടം നേരിൽ കണ്ടതാണ്. സ്വന്തം മകൾ പറയുകയാണ്, ഈ അപ്പൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റുള്ളവരും കൂടെ നിന്നതുകൊണ്ട് അയാൾ ആ ഒരു വലിയ ശിക്ഷയിൽ നിന്ന് ഒഴിവായി. അല്ലെങ്കിൽ കോടതിക്ക് മനസ്സിലായി അയാൾ തെറ്റ് ചെയ്തില്ലെന്ന്. അതേ അപ്പൻ്റെ മുന്നിൽ കൂടെ അതേ മകളും കാമുകനും ഇങ്ങനെ ഘോരഘോരം നടക്കുന്ന കാണുമ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതിരിക്കുന്ന അപ്പന്മാരുടെ നാടാണ് നമ്മുടെ കേരളം എന്ന്. ഇവിടെ ഒന്നിനും ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. റൈറ്റുകളാണ് കൂടുതൽ, എന്തിനും ചോദ്യം ചെയ്യലുകളാണ്. നിങ്ങളൊരു പെൺകുട്ടിയോട് വഴിയിൽ വെച്ച് ചോദിക്കുകയാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആര് സദാചാരവാദിയോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. സദാചാരവാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ ഒരാളുടെ റൈറ്റുകളിലേക്ക് കയറി കൂടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ലക്ഷ്യം സദാചാരമല്ല, അതിൻ്റെ പേരിൽ അവരെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ നാട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളെക്കുറിച്ച് കൃത്യം അറിയാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ച് കൃത്യം അറിയാം. നമ്മുടെ മക്കളെ അരുതാത്തൊരു ഘട്ടത്തിൽ കണ്ടാൽ അപ്പോൾ തന്നെ നമുക്കൊരു വിളി വരും, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കും, എടാ നിൻ്റെ മകൾ, നിൻ്റെ മകൻ ഇത്ര അടുത്ത് കറങ്ങുന്നുണ്ട് കേട്ടോ. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, അതൊരു വാണിംഗ് ആണ്, നിൻ്റെ കുഞ്ഞ് പോകുന്നത് നല്ല ദിശയിലേക്കല്ലെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഈ സിറ്റി കാഴ്ചകളിൽ നമുക്കൊന്നും അറിയില്ല. പ്രത്യേകിച്ച് കൊച്ചി പോലെ നഗരങ്ങളിലൊക്കെ എവിടുന്നൊക്കെയോ വന്ന് കഴിയുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. മനസ്സിലാക്കിയിടത്തോളം കൊച്ചിയിലെ പല അനാശാസ്യ കേന്ദ്രങ്ങളിലും പഠിക്കുന്ന കുട്ടികൾ പണത്തിനായി എത്തുന്നു. ഷുഗർ ഡാഡി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ കൊച്ചിയിൽ പെരുകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് പ്രേമമൊന്നുമില്ല, 10, 20, 22, 23 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അവളുടെ ചെലവുകൾ വഹിക്കുവാനായിട്ട് അല്പം പ്രായമുള്ള ആളെ കണ്ടെത്തുന്നു, അയാളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു, അയാൾ പണം കൊടുത്തുകൊണ്ടേയിരിക്കും, അയാളുടെ ശാരീരിക ആവശ്യങ്ങൾ ആ പെൺകുട്ടി സാധിച്ചു കൊടുക്കുന്നു. ആ നിലയ്ക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. 22 ഫീമെയിൽ എന്ന സിനിമയിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ കൊച്ചിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നത്. കൊച്ചിയിൽ മാത്രമല്ല, നമ്മുടെ ഓരോ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കേസാണ്. അപ്പൻ എന്നെ ചോദിച്ചു, എന്നോട് ചോദിച്ചു ചെയ്തു, അമ്മ എന്നെ ചോദ്യം ചെയ്തു, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് 18 വയസ്സായിരിക്കുന്നു. ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം എന്നാൽ ഇതാണ്.
രാത്രി ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങി പോകാൻ പറ്റുക, മദ്യപിക്കുക, പുകവലിക്കുക, അല്ലെങ്കിൽ മറ്റ് രാസലഹരികളിലേക്ക് കടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ. ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നൊരു ഫോറസ്റ്റ് വാർഡനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ അച്ഛൻ. അമ്മയും അത്തരത്തിലുള്ള എന്തോ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളാണ്. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു മാനസിക വ്യഥ. മകളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ കൊല ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം ജയിലിന് സുഭിക്ഷമാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നല്ല ഭക്ഷണം കഴിക്കുന്നു. അവനറിയാം കുറച്ചു കാലം കഴിഞ്ഞ് കൂടി വന്നാൽ ഇപ്പോൾ 37 വയസ്സായപ്പോൾ അവന് പുറത്തേക്ക് പോകാൻ പറ്റും. അവൻ്റെ പുതിയ കുടുംബജീവിതത്തിലേക്ക് അവൻ കടക്കും. അവരെ വീരനായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പുതിയ ട്രെൻഡ് കൂടിയുണ്ട്. ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ വലിയ വലിയ മോഷണങ്ങൾ ചെയ്യുന്നവരൊക്കെ എന്തോ വലിയ പരിവേഷം അവർക്ക് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭയമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള ഓരോ മാതാപിതാക്കൾക്കും ഭയമാണ്. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളിലും ഇവരെങ്ങനെയാണ് ചെന്ന് പെടുക എന്ന് ഓരോ മാതാപിതാക്കളും ഭയക്കുകയാണ്. വീട്ടിൽ യാതൊരു ശല്യവുമില്ലാത്ത മനുഷ്യൻ പുറത്ത് വളരെ വയലൻ്റായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു മുഖമാണ് ഇവർക്കൊക്കെ. നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന മുഖമല്ല പല മക്കൾക്കും ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ നമ്മൾ ചില റെസ്ട്രിക്ഷൻസിൽ വെക്കണം. ചില കാര്യങ്ങൾ നമ്മൾ പറയണം. അങ്ങനെ പറ്റില്ല എന്ന് പറയണം. നമ്മൾ മോൾഡ് ചെയ്തെടുക്കണം. സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് പോക്കൃത്രവും കാണിക്കാനുള്ള, നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളതല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവനെ മോൾഡ് ചെയ്യണം. ഇതാണ് ശരി, ഇതാണ് തെറ്റ്. കൃത്യമായി മോൾഡ് ചെയ്ത് പോയാൽ പോലും ചില സന്ദർഭങ്ങളിൽ ചില കുട്ടികൾ വീണുപോയേക്കാം. മധുരവചനങ്ങൾ. ഇന്ന് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയെ കണ്ടെത്തുവാൻ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ വലിയ പാടൊന്നുമില്ല. പണ്ടൊക്കെ ഒരു കത്തയക്കണം, എന്തൊക്കെ പാടായിരുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചാറ്റിങ്ങിനുള്ള അവസരമാണ്. സ്വന്തം മകളുടെ ഫോണോ അല്ലെങ്കിൽ മകൻ്റെ ഫോണോ പരിശോധിക്കാൻ പോലും മാതാപിതാക്കൾക്ക് റൈറ്റ് ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ ഭീഷണിപ്പെടുത്തും, ഒന്നുകിൽ മകൻ അച്ഛനെയോ അമ്മയെ കൊല്ലും, അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും മകനെ കൊല്ലേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ്. ലൈഫിൽ അവർക്ക് ഇമോഷൻസുകളില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഹോസ്പിറ്റലാണ്, ഈ വിളിക്കുന്ന ആൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ് ഫോൺ എടുത്തത്. അത്രയും മകൾ ഫോൺ എടുത്തപ്പോൾ സംസാരിക്കും പറഞ്ഞു, അച്ഛനുണ്ടോ? ഞാൻ അടിയന്തരമായിട്ട് മോളെ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് വളരെ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളെ ഞാൻ ആശുപത്രിയിലാണ്, എനിക്ക് സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ കൂളായിട്ട് ഓക്കെ ഞാൻ പറയാം, ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. കാരണം സംസാരിക്കുന്ന ആൾ വളരെ അടുത്ത ആളാണ് ഇദ്ദേഹം. പക്ഷേ ഒരു ഇമോഷൻ ഇല്ല. അയ്യോ അങ്കിൾ ആ ഹോസ്പിറ്റലാണോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുവാനുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും അവർക്കില്ല. അവർക്ക് ആരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവർക്ക് ദാരിദ്ര്യം എന്തെന്നറിയില്ല. അവർക്ക് മാതാപിതാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊടുക്കുന്ന മെഷീൻസുകൾ മാത്രമാണ്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. മക്കളെ ഒരു കഷ്ടപ്പാടും അനുഭവിക്കാതെ വളർത്തുന്നവരാണ്. നമ്മൾ പണ്ട് കഷ്ടപ്പെട്ടിരുന്നു, ആ കഷ്ടപ്പാട് നമ്മുടെ മക്കൾക്കുണ്ടാകുന്നത് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇതൊക്കെ കൊണ്ട് എത്തിക്കുന്നത് യാതൊരു ഇമോഷണൽ കണക്ഷനും ഇല്ലാത്ത, യാതൊരു ക്ഷമയുമില്ലാത്ത ഒരു തലമുറയെ നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പോക്ക് അത്ര നല്ലതല്ല. ഇവിടെ കൊലപാതകങ്ങൾക്ക് ഭയമില്ല, അതിന് ശിക്ഷയ്ക്ക് ഭയമില്ല. ആർക്കും ആരെയും കൊല്ലാം എന്ന അവസ്ഥയിൽ, ആരെയും ചോദ്യം ചെയ്യാവുന്ന അവസ്ഥയിൽ നടറോഡിൽ തെറി വിളിക്കുന്നു. പുതിയ പുതിയ മോഡലുകൾ ഉണ്ടാവുകയാണ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമൊക്കെ. പണിയെടുക്കാതെ പഠിക്കാതെ വേണമെങ്കിൽ സ്വന്തം ശരീരം വിറ്റ് തന്നെ ജീവിക്കാം എന്ന അവസ്ഥയിലേക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് വരുന്നു. അങ്ങനെ ശരീരം വിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ മുന്തിയ കാറുകളിൽ നടക്കുന്നു. എങ്കിൽ പിന്നെ ഇതല്ലേ നല്ലത്, എന്തിനാണ് ഞാൻ പഠിക്കണം, എൻ്റെ സമയം വെറുതെ കഴിയണമെന്ന് പെൺകുട്ടികൾ ചിന്തിച്ചില്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു കുറ്റം പറയാൻ പറ്റും? പുതിയ പുതിയ റോൾ മോഡലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഈ റോൾ മോഡലുകൾ ശാശ്വതമല്ല. പക്ഷേ എന്നിരുന്നാലും തലമുറ നശിക്കുന്നു എന്നതിൻ്റെ സുപ്രധാനമായ തെളിവാണത്. വിവാഹമോചന കേസുകൾ കോടതികളിൽ പെരുകുകയാണ്. ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, പലപ്പോഴും ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ വളരെ പെട്ടെന്നാണ് വെട്ടൊന്ന് മുറി രണ്ടെന്ന അവസ്ഥയിലാണ്, വേണ്ട പോയേക്കാം എന്ന അവസ്ഥയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂട്ടികളെക്കാളേറെ റൈറ്റുകളിലാണ് ഇവർക്ക് വിശ്വാസം. എൻ്റെ അവകാശമാണ്, പക്ഷേ എനിക്ക് കർത്തവ്യങ്ങളൊന്നും ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടൊക്കെ കർത്തവ്യങ്ങളില്ല, കടമകളില്ല, മുത്തശ്ശിയോടില്ല, മുത്തശ്ശനോടില്ല, ബന്ധങ്ങളില്ല. അവരുടെ ബന്ധങ്ങൾ ഈ രാത്രി ചായക്കടയിലിരിക്കുന്ന, മദ്യപിക്കുന്ന, പുകവലിക്കുന്ന ഈ സൈസ് നിശാചാരികളായിട്ടുള്ള കൂട്ടുകാരാണ്. അവർ സന്തോഷം കണ്ടെത്തുന്ന അവിടെയാണ്. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10 ചെറുപ്പക്കാർ കൂടിക്കഴിഞ്ഞാൽ ഒരു ക്ലബ്ബ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ 10 ചെറുപ്പക്കാർ കൂടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ബിവറേജിൽ ഒരു ഫുള്ളുണ്ടാവും, അതല്ലെങ്കിൽ രാസലഹരികളുണ്ടാവും. കൂട്ടായ്മകളില്ലാതാവുന്നു, പൊളിറ്റിക്സ് ഇല്ല. പല കുട്ടികളും വോട്ട് എന്താണെന്നറിയില്ല, രാഷ്ട്രീയം എന്താണെന്നറിയില്ല. നമ്മുടെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടേ വന്നേ പറ്റുകയുള്ളൂ. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ കാണരുത്. കേരളത്തിലുടനീളം ഇനിയും സംഭവിക്കാൻ പോകുന്നതൊക്കെ തന്നെയാണ്. ഓരോ തലമുറകൾ കഴിയുന്തോറും ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, ആരോടും സ്നേഹമില്ലാത്ത, ആരോടും ദയയില്ലാത്ത ഒരു പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
സൂക്ഷിക്കുക. അടുത്ത ഇര നിങ്ങളോ ഞാനോ ഒക്കെ ആയേക്കാം. Out of Court, the Legal Counseling Center, Cochin. Legal awareness make you more power.